പുതിയതെരു ടൗണിൽ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ. ദീർഘദൂര ബസ്സുകൾക്കുള്ള സ്റ്റോപ്പ് നിർത്തലാക്കാനുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം പിൻവലിക്കണമെന്ന് സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടു. ഗതാഗത പരിഷ്കരണം ജനങ്ങൾക്ക് ദുരിതമായിരിക്കുകയാണെന്ന് വ്യാപാരികൾ ആരോപിച്ചു. ഗതാഗത കുരുക്കഴിക്കാൻ പുതിയതെരു ടൗണിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് വ്യാപാരികളുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗം വിലയിരുത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബസ് സ്റ്റോപ്പുകൾ മാറ്റിയതാണ്. പുതിയതെരു ടൗണിലെ ചിറക്കൽ പോസ്റ്റ് ഓഫീസ് ബസ് സ്റ്റോപ്പിൽ ദീർഘദൂര ബസ്സുകൾക്കുള്ള സ്റ്റോപ്പ് നിർത്തലാക്കിയതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പരിഷ്കരണം വലിയ പ്രതിസന്ധിയാണ് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഉണ്ടാക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. നമ്മുടെ ഇപ്പോഴത്തെ ഈ പരിഷ്കരണം ഉണ്ടല്ലോ, ഇവിടുന്ന് വില്ലേജ് ഓഫീസിൻ്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പ് ഹൈവേയിലേക്ക് മാറ്റിയത് വളരെയധികം ജനങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ തന്നെ സാധിക്കുന്നുണ്ട്. സ്ത്രീകൾ കുട്ടികളെ കയ്യിൽ പിടിച്ചിട്ടാണ് ഇത്രയും ദൂരത്ത് നടന്നു പോകുന്നത്. അതുപോലെ വികലാംഗർ, വിദ്യാർത്ഥികൾ, ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പഴയ ബസ് സ്റ്റോപ്പ്, പോസ്റ്റ് ഓഫീസിന് മുന്നിലുള്ള പഴയ ബസ് സ്റ്റോപ്പ് അത് നിലനിർത്തണം. അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ല സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പെട്ടികൾ, ഉപയോഗശൂന്യമായ പെട്ടിക്കടകൾ, ഒരു ട്രാൻസ്ഫോമർ, ഡെമ്മിയ ട്രാൻസ്ഫോമർ, ഇതെല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പ് ഇവിടെ തന്നെ ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകാൻ പറ്റും. പൊതുജനങ്ങളും വലിയ പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം ഏറെ ദൂരം നടന്നു വേണം ബസ് സ്റ്റോപ്പിൽ എത്താൻ. തളിപ്പറമ്പ് ഭാഗത്തുള്ള ദീർഘദൂര ബസ്സിൽ കാരണമെങ്കിൽ പള്ളിക്കുളത്തോ പുതിയതെരു ഹൈവേ ജംഗ്ഷനിലോ പോകേണ്ട അവസ്ഥയാണ്. ഇത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് അടിയന്തര പരിഹാരം കാണണം. പരിഷ്കരണത്തോടെ പുതിയതെരു ടൗണിലെ വ്യാപാര മേഖലയുടെ നടുവൊടിഞ്ഞു. കച്ചവടക്കാരെല്ലാം പ്രതിസന്ധിയിലാണ്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തെറ്റായ തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സംബന്ധിച്ച യോഗം ആവശ്യപ്പെട്ടു. പുതിയതെരു വ്യാപാരി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സർവകക്ഷി യോഗം നടന്നത്. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PO ചന്ദ്രമോഹനൻ, ചിറക്കൽ പഞ്ചായത്ത് UDF കൺവീനർ സിദ്ദിഖ് പുന്നക്കൽ, BJP ചിറക്കൽ മണ്ഡലം പ്രസിഡന്റ് രാഹുൽ രാജീവൻ, മുസ്ലിം ലീഗ് ചിറക്കൽ പഞ്ചായത്ത് സെക്രട്ടറി P മെഹമ്മൂദ്, ആം ആദ്മി പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് KV രതീശൻ, മനുഷ്യാവകാശ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം C ശശി, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് സിജാഹ് അഷ്റഫ്, പുതിയതെരു വ്യാപാരി സംരക്ഷണ സമിതി രക്ഷാധികാരി P സജീവൻ, കൺവീനർ സുനിൽ പോത്തൻ, വൈസ് ചെയർമാൻ PM അബ്ദുൽ മനാഫ് ഹാജി, ജോയിന്റ് കൺവീനർമാരായ CN മെഹറൂഫ്, K നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.